എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് ഈസ് ആൻഡ് ടോപ്സ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് ഞാൻ പാളയത്തിൽ നിന്നും ശംഖുമുഖത്തേക്ക് പോകുന്ന വഴിയിൽ പാറ്റൂർ കഴിഞ്ഞ് പാറ്റൂർ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ് അടുത്തൊരു ബസ് സ്റ്റോപ്പ്, അതായത് ഒരു ബാങ്കിന് സമീപമായിട്ടുള്ളത് പള്ളിമുക്കിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ബസ് ഷെൽട്ടർ. അവിടെ എൻ്റെ ഒരു നാട്ടുകാരൻ ബസ്സും കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ വണ്ടി നിർത്തി. ഞാൻ 2 വീലറിലായിരുന്നു. അദ്ദേഹത്തെ 2 വീലറിൽ കയറ്റാൻ ഞാൻ സൈഡിൽ നിർത്തിയപ്പോൾ ആ ഷെൽട്ടറിൻ്റെ കണ്ട് ഞാൻ ആകെ ഷോക്കായിപ്പോയി. അതിൽ ആ ഷെൽട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് മഴ പെയ്താൽ നല്ല രീതിയിൽ നനയണം, വെയിലാണെങ്കിൽ അവിടെ നിൽക്കുന്നവർ ശരിക്കും വിയർക്കണം. അങ്ങനെ 2 മൾട്ടിപർപ്പസ്, അതായത് സീസൺ അനുസരിച്ച് ആ സീസൺ ശരിക്കും എൻജോയ് എന്നുള്ള രീതിയിലാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫ്രെയിംസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ SS പൈപ്പിലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. തുരുമ്പടിക്കില്ല, ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഷീറ്റിൽ ഒരു 2 ബാക്കി ഏതോ ആക്രിക്കാരൻ അടിച്ചുകൊണ്ട് പോയി, ഇല്ലെങ്കിൽ മോഷ്ടാക്കൾ അടിച്ചുകൊണ്ട് പോയി. ഇനി അത് ചെയ്യാമെന്നുള്ളത് കഷ്ടിച്ചൊരു 2000 റുപ്പീസിൻ്റെ ഷീറ്റിട്ട് അത് ഉപയോഗക്രമമാക്കാം. പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അവിടുത്തെ കൗൺസിലർ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എനിക്ക് അദ്ദേഹത്തെ കൗൺസിലർ കണ്ടുപിടിച്ച് ഫോൺ നമ്പറൊക്കെ ഉണ്ട്, അവനോട് സംസാരിക്കും. പക്ഷെ അതല്ല, ഇത് പബ്ലിക് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. അവിടെ കാത്ത് നിൽക്കുന്നവർ ആ കഷ്ടം തോന്നി. അപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു. വരുന്ന 2-3 പാമ്പ് പിടിച്ച സ്ത്രീകൾ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വളരെ കൗതുകമായി ആ ഷെൽട്ടറിനെ നോക്കിയപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകളൊന്ന് ചിരിച്ചു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ വിവരമൊന്ന് നമ്മുടെ മേയർ അമ്മയോട് ഒന്ന് പറയാം. മേയർ അമ്മ എന്ന് പറഞ്ഞാൽ അവർ അത്ര പ്രായമുള്ള പ്രായം കുറവാണെങ്കിൽ അവർ കുഞ്ഞിന് ജന്മം കൊടുത്തതുകൊണ്ട് എനിക്ക് മേയർ അമ്മയെന്ന് പറയാം. നഗരപിതാവല്ലേ ഇവർ, സ്ത്രീ ആയതുകൊണ്ട് അമ്മയെന്നാക്കുന്നു. അങ്ങനെ മേയർ അമ്മയോട് എനിക്കൊന്ന് പറയാനുള്ളത്, സാധിച്ചാൽ ആ മേയറമ്മ ഒന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ കൗൺസിലറുള്ള ആളെ നോക്കുക. പിന്നെ ശരിക്കുള്ള ഇതനുസരിച്ച് ആ ബാക്കിയുള്ള ഷീറ്റിൽ അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അതിലൊരു പുതിയ ടെൻഡർ എടുത്ത് അതാണ്ട് ഒരു 75-1 ലക്ഷം രൂപ അതിന് ചിലവാക്കാം. അതിന് പകരം ഇപ്പോൾ 2000 റുപ്പീസ് ആണെങ്കിൽ അത് നല്ല ഷീറ്റിട്ടാൽ സംഗതി വെടിപ്പായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് മേയറമ്മയും ആ കൗൺസിലൊക്കെ ചേർന്ന് ഒന്ന് അതിന് വേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കണം. കാരണം ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നവർ ഓൾ സയൻസിൽ പോകണമെങ്കിൽ അവർ അപ്പോൾ പാറ്റൂരിലുള്ള റോഡിൻ്റെ വടക്ക് വശത്തുള്ള ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഇറങ്ങണം. എന്നിട്ട് റോഡ് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് വേണം ഈ ഷട്ടറിലൊന്ന് നിൽക്കാൻ. കാരണം ഈ മെഡിക്കൽ കോളേജിൽ പോയി വരുന്ന രോഗികൾ, വയസ്സായവരെ കാണും, ബുദ്ധിമുട്ടുള്ളവർ, അവരെങ്ങനെ ഇപ്പോൾ അവിടെ നിന്നാൽ ഉള്ള ഏറ്റവും ഏത് സീസണിലും അവിടെ കൂടെ വേണ്ടി വരും. കാരണം ഞാൻ ഷോക്കായിപ്പോയി. അതിൻ്റെ മുകളിലൊന്നുമില്ല, ഒരേ ഒരു ഷീറ്റ് ഇങ്ങനെ. അതും ഏതോ കള്ളന്മാർ നോക്കി വെച്ചുകൊണ്ടിരിക്കും, കള്ളന്മാരുടെ നോട്ടീസിൽ വന്നിരിക്കും. ഇനിയിപ്പോഴത് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഫില്ലർ അതെല്ലാം അവർ പൊക്കി മാറ്റും, പുതിയൊരു ടെൻഡർ വയ്ക്കും. ഈ ടെൻഡർ പല സംഘടനകൾ ഒത്തിരി ഫണ്ടുണ്ടല്ലോ, ആരെങ്കിലും വന്നാൽ കൊട്ടേഷൻ എടുക്കുക, അങ്ങ് നടത്തും. അവനും ചിലപ്പോൾ അതിൻ്റെ നട്ട് പോൾട്ടൊക്കെ കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല, അവൻ അടുത്തവൻ അടിച്ചു മാറ്റാൻ വേണ്ടി ആ പാകത്തിനായിരിക്കും ആ ഷീറ്റ് ഇടുക. നാണക്കേടാണ്. പ്രധാനമന്ത്രി നമ്മുടെ ഈ വിഴിഞ്ഞം അതിനുവേണ്ടി വരികയാണല്ലോ, സന്ദർശിക്കാൻ വരില്ല. അപ്പോൾ ഈ മേയറമ്മയും ഒപ്പം പോകുമല്ലോ സ്വീകരിക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആണ്. കാരണം എനിക്ക് അത് ഫോട്ടോ എടുത്ത് ഇടാം എന്ന് ഞാൻ കരുതി. പക്ഷേ ഞാൻ വെച്ച് വേണ്ട, മേയറമ്മയെ അങ്ങനെ എന്തിനാ, അത് മേയറമ്മയ്ക്ക് അറിയാവുന്ന റൂട്ട്. അപ്പോഴും ഈ ആൾ സയൻസ് കോളേജിൽ പോയപ്പോൾ ആ റൂട്ട് വളരെ വ്യക്തമായിട്ട് അറിയുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ പാറ്റൂർ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ്, അതായത് ടുവേഴ്സ് നമുക്ക് ചാക്കയ്ക്ക് പോണ വഴിക്ക് ആ പാറ്റൂർ ജംഗ്ഷൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്ത ബസ് സ്റ്റോപ്പ് ഇതാണ്. ഇതൊന്ന് കാണണം മേയറമ്മ, ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ശിങ്കിടികളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് നോക്കുക. പറ്റിയാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഷീറ്റ് വാങ്ങി ഇട്ടേക്കുക.
ഇനി അതിന് വലിയ കോലാഹലം എമർജൻസി ഫണ്ട് വല്ലതും കാണും, ഇല്ലെങ്കിൽ അതിനൊരു ടെൻഡറും അതും ഇതും അപ്രൂവലായിട്ടൊന്നും നോക്കണ്ട. അത് പാർട്ടിയെ നോക്കാതെ ഇനിയിപ്പോൾ അവിടുത്തെ കൗൺസിൽ ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയില്ല, അത് BJP ആണോ കോൺഗ്രസ് ആണോ എന്നും അറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഈ മേയറമ്മയുടെ പാർട്ടി അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ഷീറ്റ് കയറിയില്ല. ഞാൻ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് പോകണാൽ ഈ പഴയ കാലത്ത് അതുമൊന്ന് നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി ശ്രീ ശിവകുമാറിൻ്റെ ഇത് അങ്ങനെയുള്ള സമയത്തുണ്ടാക്കി അയാളുടെ പേര് പകുതി കണ്ടു. ആരോഗ്യമന്ത്രി ശ്രദ്ധിച്ച് നോക്കിയതൊക്കെ കണ്ടു. അത് വളരെ ശോചനീയമായിരിക്കുന്നു അത് കാണാൻ വേണ്ടി. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും വിചാരിക്കുക, അത് മേയറമ്മയ്ക്കൊരു പൊൻതൂവലായിരിക്കും. അത് ഒന്ന് തീർച്ചയായിട്ടും വെച്ചാൽ ഞാനൊരു തിരുവനന്തപുരംകാരനായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകണം. ഞാൻ ഈ സ്ഥലവാസിയാണ്, അതുകൊണ്ട് എനിക്ക് സങ്കടം തോന്നി. ആൾക്കാർ ഒത്തിരി VIPs അതിലെ കടന്നു പോണ വഴിയാണ്. ആ മേയറമ്മയ്ക്ക് നാണക്കേട, കാര്യം സിറ്റിയുടെ അകത്ത് പ്രധാന ഭാഗത്തിരിക്കുന്നൊരു ബസ് ഷെൽട്ടറാണ്. അതുകൊണ്ട് ഏത് നാട്ടുകാർക്കാണ് ഞാൻ ഈ പറഞ്ഞത്, അത് നിങ്ങൾക്ക് ഇത് ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം നിങ്ങൾ നോക്കുക. ഈ ഷെഡിനെ കാണാൻ പറ്റും, പോയി നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇടുന്നല്ലാതെ മുകളിൽ ഇതിങ്ങനെ കിടക്കുക ഒന്നുമില്ല. അടിയിലെല്ലാ ഭാഗമുണ്ട്, കാലുണ്ട്, മുകളിലത്തെ ബോഡികൾ സ്കെൽറ്റനുണ്ട്, ഷീറ്റില്ല. അത് നിസ്സാരം ഒരു എമൗണ്ടിൽ തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത ബഡ്ജറ്റിന് വേണ്ടി അത് മാറ്റി വയ്ക്കുമെന്നറിയില്ല. അതും അങ്ങനെ നടന്നുകൂടായികയില്ല. സോ ആ കൗൺസിലറും ഇതെല്ലാം ദയവ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന രോഗികൾ അവർ തിരിച്ച് ശംഖുമുഖം ചാക്ക ഭാഗത്തൊക്കെ പോകേണ്ടവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ബസ് സ്റ്റാൻഡാണ്. കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ബസ് നിർത്തുന്ന റോഡിൻ്റെ വടക്കുവശത്താണ്, ഇത് റോഡിൻ്റെ തെക്കുവശത്താണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് അവിടെ നിന്നെങ്കിലേ ബസ് കിട്ടത്തുള്ളൂ. ആ മെഡിക്കൽ കോളേജിലെ ടെൻഷൻ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഡയറക്റ്റ് ഒന്നിൽ വെയിൽ ഒളിപ്പിക്കുക അല്ലെങ്കിൽ മഴ നനയിപ്പിക്കുക, ഇതുകൊണ്ട് മേയറമ്മയ്ക്ക് ഒരു ഗുണവും കിട്ടത്തില്ല. അതുകൊണ്ട് മേയറമ്മ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം. കാണാം മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.